2013 പുറത്തിറങ്ങിയ ഒരു കമ്പ്യൂട്ടർ ആനിമേറ്റഡ് കോമഡി ഫിലിമാണ് ടർബോ. ഒരു ചെറിയ ഒച്ചിന് റേസിംഗ് കാറുകളുടെ വേഗതയുള്ള സൂപ്പർ പവർ കിട്ടുന്നതും തുടർന്ന് സംഭവിക്കുന്ന സംഭവബഹുലമായ സംഭവങ്ങളുമാണ് സിനിമയിൽ പറയുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് വലിയ ഒരു റേസാണ്. F1 കാറുകളെല്ലാം ആ റേസിൽ വളരെ വേഗത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മത്സരങ്ങളിലും ചാമ്പ്യൻ ആവാറുള്ള ഗെയ്ഗാനാണ് ഏറ്റവും മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് അവനെ പൊട്ടിച്ചുകൊണ്ട് ഒരു ഒച്ച് മുന്നിൽ കയറി പോകുന്നു. യഥാർത്ഥത്തിൽ ആ ഒച്ച് ടിവിയുടെ മുന്നിലിരുന്ന് അവൻ ജയിക്കുന്നതായിട്ടൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റേസിൽ ജയിക്കുന്ന ഗെയ്ഗാനോട് പത്രക്കാർ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ടർബോ എന്ന ആ ഒച്ച് പത്രക്കാരോട് കാര്യങ്ങൾ പറയുന്നത് പോലെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്പീഡിനെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഒച്ചാണത്. പെട്ടെന്ന് അവന്റെ ചേട്ടൻ അവിടേക്ക് വന്നുകൊണ്ട് ഈ മണ്ടത്തരങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറയും. അങ്ങനെ അവൻ ഉറങ്ങാനായി പോകുമ്പോൾ നിങ്ങൾ ഈ നിലയിലൊക്കെ എത്തുമായിരുന്നെന്ന് പണ്ട് വിചാരിച്ചിട്ടുണ്ടോ എന്ന് ഗെയ്ഗാനോട് പത്രക്കാർ ചോദിക്കുന്നു. ഒരിക്കലുമില്ല, എന്റെ ആഗ്രഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഒരു സ്വപ്നവും വലുതല്ല, സ്വപ്നം കാണുന്നവരാരും ചെറിയ ആളുകളുമല്ല എന്ന് ഗെയ്ഗാൻ അവരോട് പറയുന്നു. അങ്ങനെ അന്ന് രാത്രി അവൻ തന്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനായി ക്ലോക്കിന്റെ അടുത്ത് വന്ന് നിൽക്കുകയും 2 മണിയാവുന്നതോടെ അവൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ സന്നാഹങ്ങളും വെച്ചുകൊണ്ടാണ് അവൻ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 36 സെന്റിമീറ്റർ കടന്ന ശേഷം നോക്കുമ്പോൾ 2:17 ആയിരിക്കുകയാണ്. 17 മിനിറ്റ് കൊണ്ട് ഞാൻ 30 സെന്റിമീറ്റർ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ സന്തോഷത്തോടെ ഉറക്കെ അലർന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ എല്ലാ ഒച്ചുകളും അവരുടെ ജോലിക്കായി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴെല്ലാം റേസിൽ പങ്കെടുക്കുന്നത് പോലെയൊക്കെ ടർബോ ഓരോന്ന് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നീ എപ്പോഴും ഔട്ട്ഹൗസിലിരിക്കുന്ന TV കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നും ഇനി മേലാൽ അത് കണ്ടുപോകരുതെന്നും ഒക്കെ ചേട്ടൻ പറയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ കൂട്ടത്തിലുള്ള ഒരു ഒച്ചിനെ കാക്ക കൊത്തിക്കൊണ്ടുപോകുന്നു. എന്നാൽ അവർക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അവർ അവരുടെ തക്കാളിത്തോട്ടത്തിലെത്തുന്നു. ഏറ്റവും മുകളിലുള്ള മനോഹരമായ തക്കാളിയാണ് അവരെല്ലാവരും കൊതിയോടെ വളരെ നാളായി കാത്തിരിക്കുന്നത്. അങ്ങനെ അന്ന് അവർക്കുള്ള ആഹാരമായ അഴുകിയ തക്കാളിയൊക്കെ അവിടെ നിന്ന് പറിച്ചിടുകയും ടർബോ താഴെ നിന്ന് അത് പൊട്ടാത്ത തരത്തിലൊക്കെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനത് പൊട്ടാതെ പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുവിധം ഒരു തക്കാളി അവൻ പൊട്ടാതെ പിടിക്കുകയും ശേഷം അത് തന്നോടൊപ്പം ഉള്ള ഒരു റേസറായി കണക്കാക്കിക്കൊണ്ട് അതിനെ ഉരുട്ടിയിടുകയും അതിനേക്കാൾ മുന്നിൽ കയറി പോകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത് കണ്ട് മറ്റുള്ളവരെല്ലാം അവനെ കളിയാക്കി ചിരിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ മുകളിലൊക്കെ ഇരുന്ന് എല്ലാവരും അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ട് അവന് ആകെ സങ്കടമായി പോകുന്നു. ഉടൻ അവരുടെ നേതാവ് അവിടേക്ക് വന്ന് നിന്റെ അനിയനോട് ഈ മണ്ടത്തരമൊക്കെ നിർത്താൻ പറയാനൊക്കെ പറയുന്നു. അങ്ങനെ അന്ന് എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടർബോ വളരെ വിഷമത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ചേട്ടൻ അവിടേക്ക് വരികയും അവനോട് സംസാരിക്കുകയും ചെയ്യുന്നു. അവർ കളിയാക്കിയതിൽ നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. സത്യത്തിൽ നീ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം മണ്ടത്തരമാണ്. നമ്മളെല്ലാവരും ഒച്ചുകളാണ്. റേസിംഗ് വേഗത എന്ന് പറയുന്നതൊക്കെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. നമ്മുടെ പ്രകൃതി അങ്ങനെയാണ്. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് നീ ഈ റേസിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊക്കെ വിട്ടുകളയാനും യാഥാർത്ഥ്യത്തിലേക്ക് വരാനും ചേട്ടൻ പറയുന്നു. ഇതിനിടെ അവിടുത്തെ ഗ്യാരേജ് തുറന്ന് ആ വീട്ടിലെ പയ്യൻ തന്റെ സൈക്കിളുമായി പുറത്തേക്ക് വരുന്നു. അവനെ കണ്ട് എല്ലാവരും പേടിച്ച് തോടിനകത്തേക്ക് ഒളിച്ചിരിക്കുകയാണ്. അവൻ അവിടെ കാണുന്ന ജീവികളെ എല്ലാം സൈക്കിൾ കയറ്റി കൊല്ലുന്ന സ്വഭാവമുണ്ട്. എല്ലാവരും പേടിച്ചു നിൽക്കുമെങ്കിലും ടർബോ യാതൊരു പേടിയുമില്ലാതെ മുകളിലേക്ക് കയറി ചെല്ലുകയും ചേട്ടൻ അവനെ വലിച്ചു താഴേക്കിടുകയും ചെയ്യും. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയെന്ന് ഉറപ്പായതോടെ അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അന്ന് രാത്രിയും റേസിംഗിനെ പറ്റിയും ഗെയ്ഗാന്റെ ഇന്റർവ്യൂവും ഒക്കെ ടർബോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചാമ്പ്യന്മാരും റേസർമാരും വേറെ വേറെയാണ്. റേസർമാരെ ചാമ്പ്യന്മാരിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് ഗെയ്ഗാൻ പറയുകയും പെട്ടെന്ന് ടർബോ കുടിച്ചുകൊണ്ടിരുന്ന ക്യാൻ തട്ടി വീണ് കറണ്ട് ഷോട്ടായി അത് പറയുന്നതിന് മുമ്പ് TV ഓഫ് ആവുന്നു. ഇതോടെ അവന് ആകെ ഭ്രാന്ത് പിടിക്കുകയും അവൻ TVയിലിട്ട് അടിക്കുന്നതോടെ TV താഴെ വീണ് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് TV പോയ വിഷമത്തിൽ അവൻ ഇരിക്കുകയാണ്. അതെന്തായാലും പൊട്ടിയത് കൊണ്ട് നിന്റെ വട്ടിത്തിരി കുറയുമല്ലോ എന്നൊക്കെ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് അവിടെ മൊത്തം കുലുങ്ങുന്നത് കണ്ട് അവർ നോക്കുമ്പോൾ അവർ കൊതിയോടെ ഇത്രയും നാൾ കാത്തിരുന്ന ആ തക്കാളി ഇളകി വീഴാൻ പോവുകയാണ്. അങ്ങനെ അത് താഴേക്ക് വന്ന് വീഴുമെങ്കിലും കുതിച്ച് നേരെ തക്കാളിത്തോട്ടത്തിന്റെ പുറത്തേക്ക് ചെന്ന് വീഴുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ അതെടുക്കാനായി അവിടേക്ക് വരുമെങ്കിലും അവിടുത്തെ പുല്ല് വെട്ടാനായി ഒരാൾ ഇറങ്ങി വരികയാണ്. ഇനി അത് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോൾ നിങ്ങളത് എടുക്കുന്നില്ലേ എന്ന് ടർബോ ചോദിക്കുന്നു. ഇപ്പോൾ അവൻ ആ പുല്ലുവെട്ടി കൊണ്ട് അത് നശിപ്പിക്കുമെന്ന് അവർ പറയുമ്പോൾ ടർബോ ആ തക്കാളിയിലേക്ക് നോക്കുന്നു. അയാൾ പുല്ലുവെട്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവൻ തക്കാളിക്കടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ എത്തി അത് എടുക്കണമെന്നും ഇതെനിക്ക് റേസിന് കിട്ടിയ ഒരു ചാൻസ് ആണെന്നും ടർബോ സ്വന്തമായി പറയുന്നു. അവന്റെ ചേട്ടൻ അവിടേക്ക് വന്ന് വാ നമുക്ക് ജോലിക്ക് പോകാമെന്ന് അവനോട് പറയുമ്പോൾ അവൻ നേരെ താഴേക്ക് എടുത്തു ചാടുകയും തക്കാളിയും ടർബോയുമായിട്ടുള്ള ദൂരമൊക്കെ അളന്ന് ആ പുല്ലുവെട്ടി എത്തുന്നതിന് മുമ്പ് തക്കാളിയുടെ അടുത്തെത്തണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ വളരെ വേഗത്തിൽ തക്കാളിയുടെ അടുത്തേക്ക് പോവുകയാണ്. വളരെ സന്തോഷത്തോടെ പോകുന്നതിനിടെ ഗെയ്ഗാന്റെ പല ഡയലോഗുകളും അവന് ഓർമ്മ വരുന്നു. യഥാർത്ഥത്തിൽ ഈ സമയം കൊണ്ട് പുല്ല് വെട്ടുന്നവൻ 2 റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അവൻ തക്കാളി എടുക്കുന്ന ഓരോ സ്വപ്നമൊക്കെ കണ്ട് അവിടേക്ക് എത്തുമെങ്കിലും പുല്ല് വെട്ടുന്ന മെഷീൻ അവന്റെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ആ മെഷീൻ തന്റെ അടുത്തെത്തിയിരിക്കുന്നതായി അവൻ കാണുകയും ഉടൻ കൂടെയുള്ളവർ പൈപ്പിലെ വെള്ളം ഉപയോഗിച്ച് അടിച്ച് അവനെ ദൂരെ മാറ്റുകയും ചെയ്യുന്നു. ഇതോടെ അവൻ ആ തക്കാളി എടുക്കുന്നതിൽ ഫെയിൽ ആയിരിക്കുകയാണ്. ഉടൻ ചേട്ടൻ എവിടേക്ക് വരികയും നീ എന്തൊരു ബുദ്ധിയില്ലായ്മയാടാ കാണിച്ചത്
കാണിച്ചതെന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ അതിനടുത്ത് എത്തുമെന്നാണ് കരുതിയതെന്ന് അവൻ പറയുമ്പോൾ നീ ഈ സ്വപ്നത്തിൽ നിന്ന് എപ്പോഴാണ് ഉണരുന്നതെന്നൊക്കെ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ എല്ലാവരും ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതോടെ അവന് ആകെ വിഷമമാവുന്നു. അന്ന് രാത്രി വളരെ വിഷമിച്ച് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റോഡിനടുത്ത് എത്തിയിരിക്കുകയാണ്. സങ്കടം സഹിക്കാൻ കഴിയാതെ അവൻ അവിടെ നിന്ന് എങ്ങോട്ടെന്നില്ലാതെ പോകുന്നു. രാത്രി മഴയൊക്കെ നനഞ്ഞ് റോഡിലൂടെ വിഷമിച്ച് പോവുകയാണ്. അങ്ങനെ അവൻ അവിടെ ഒരു ബോർഡിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ താഴെ വണ്ടികളെല്ലാം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെയൊക്കെ സ്പീഡ് കണ്ട് അവന് ആകെ കൊതി തോന്നി നിൽക്കുകയാണ്. എന്തായാലും എനിക്ക് ഇതിനൊന്നും കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിഷമിച്ച് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു ലോറി അതുവഴി പാസ് ചെയ്തു പോവുകയും ഇതോടെ അവൻ തെറിച്ച് നേരെ പറന്ന് ഉരുണ്ട് കുറെ ഇലകളിലൊക്കെ തട്ടി പൈപ്പിലൂടെയൊക്കെ ഉരുണ്ട് വന്ന് ഒരു സ്ഥലത്ത് വീഴുന്നു. രക്ഷപ്പെട്ടെന്ന് കരുതി അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. അവൻ നോക്കുമ്പോൾ ഒരു കാറിന്റെ ബോണറ്റിലാണ് താനുള്ളത്. അവിടെ ഒരു സ്ട്രീറ്റ് റേസ് നടക്കുകയാണ്. റേസിംഗ് കാറിന്റെ മുന്നിലാണ് അവനിപ്പോൾ ഉള്ളത്. ഉടൻ അവർ കൊടി കാണിക്കുകയും റേസിംഗ് തുടങ്ങുകയും ചെയ്യുന്നു. അവൻ ആദ്യമൊക്കെ പേടിക്കുമെങ്കിലും ആ സ്പീഡ് കണ്ട് അവന് വളരെയേറെ സന്തോഷമാവുന്നു. അവൻ നോക്കുമ്പോൾ അപ്പുറത്തെ കാറുകാരൻ വാശിയോടെ മത്സരിക്കുകയാണ്. അവനും അതുപോലെ തന്നെ മത്സരിക്കുന്നു. ഉടൻ ആ കാറ് കയറി പോവുകയും വേഗത്തിൽ വിടാൻ അവൻ വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഉടൻ ടോപ്പ് ഗിയറിൽ ഇട്ടുകൊണ്ട് ആ വണ്ടി ചവിട്ടി കയറ്റുകയും വളരെ വേഗത്തിൽ പോകുന്നതോടെ കാറ്റടിച്ച് അവൻ നേരെ സൂപ്പർ ചാർജർ വഴി എഞ്ചിനുള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഉള്ളിലെത്തുന്ന അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ സിലിണ്ടറും പിസ്റ്റനും ഒക്കെയാണ് കാണുന്നത്. ഉടൻ കാർ ഓടിക്കുന്നവൻ നൈട്രോ ബൂസ്റ്റർ ഓൺ ആക്കുകയും ഇതോടെ അവൻ കിടക്കുന്ന സ്ഥലത്തേക്ക് നൈട്രോ ഫ്ലൂയിഡ് വന്ന് നിറയുകയും ചെയ്യുന്നു. അവൻ അതിനുള്ളിൽ കിടന്ന് മുങ്ങുന്നതോടെ അവന്റെ രക്തത്തിനുള്ളിലേക്ക് ആ ഫ്ലൂയിഡ് കലരാൻ തുടങ്ങുകയും അവന്റെ ശരീരത്തിൽ കുറെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നു. അവന്റെ ഞരമ്പുകളിലൂടെ ഫ്ലൂയിഡ് ഹൃദയത്തിൽ വരെ എത്തുന്നു. ഇതോടെ എന്തോ സംഭവിച്ച് അവൻ പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. പിന്നീട് ഉണർന്നു നോക്കുമ്പോൾ അവനെ ആരൊക്കെ എടുത്തോണ്ട് പോവുകയാണ്. ചത്തിട്ടില്ലടാന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിനെല്ലാം അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. നോക്കുമ്പോൾ കാക്കകൾ അവനെ കൊത്താനായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അവൻ അവിടെ കിടന്ന ഒരു ബോക്സിനുള്ളിൽ ഒളിച്ച് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയി ഒടുവിൽ വീട്ടിലെത്തുന്നു. തനിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്ന് അറിയാനായി അവൻ കണ്ണാടിയിലൊക്കെ നോക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് എവിടെ നിന്നോ ലൈറ്റ് വരുന്നതായി അവന് തോന്നുന്നു. എന്താണ് സംഭവമെന്ന് മനസ്സിലാവാതെ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ തന്റെ കണ്ണിലാണ് ലൈറ്റ് ഉള്ളതെന്ന് മനസ്സിലാക്കി അവൻ പേടിച്ചു പോകുന്നു. ഇതിനിടെ ഒരിടത്ത് കയറി ഇടിക്കുകയും അവന്റെ ഇൻഡിക്കേറ്റർ ഓൺ ആവുകയും ചെയ്യുന്നു. ഇതോടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൻ ആകെ കൺഫ്യൂഷൻ ആവുന്നു. അപ്പോഴാണ് ആ വലിയ സത്യം അവന് മനസ്സിലാവുന്നത്. താനൊരു കാറിനെ പോലെ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് കൊച്ചുകളുടെ സേഫ്റ്റിയെ പറ്റി ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവരിൽ ഒരുത്തനെ കാക്ക കൊത്തിക്കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ ആ മീറ്റിംഗിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംസാരത്തിനിടെ എല്ലാവരും കണ്ണുകൾ ഉപയോഗിച്ച് കൈയടിക്കുന്നു. ടർബോയും അതുപോലെ ചെയ്യുമ്പോൾ അവന്റെ വായിൽ നിന്ന് പാട്ട് കേൾക്കാൻ തുടങ്ങുന്നു. ഇതോടെ അവന്റെ കിളി ആകെ പോവുകയും അവൻ അവിടെ നിന്ന് മുങ്ങുകയും ചെയ്യുന്നു. അവൻ അവിടെ നിന്ന് പോകുമ്പോഴും അവന്റെ ഉള്ളിൽ FM കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ആ വീട്ടിലെ സൈക്കോ പയ്യൻ പുറത്തേക്ക് വരുന്നു. ടർബോ അവിടെ കിളി പോയി നടക്കുകയാണ്. ഇത് ആ പയ്യൻ കാണുകയും സൈക്കിളുമായി പാഞ്ഞു വന്ന് ടർബോയുടെ മുകളിൽ കയറ്റുകയും ചെയ്യുന്നു. എന്നാൽ അവൻ നോക്കുമ്പോൾ അതിനെ കാണുന്നില്ല. അവൻ ഒരുപാട് ദൂരെ എത്തിയിരിക്കുകയാണ്. ഇതോടെ പയ്യൻ പിന്നെയും അവന്റെ അടുത്തേക്ക് വരികയും റേസ് കാർ പോലെ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് അവൻ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. ഇതോടെ പയ്യന് പിന്നെയും ദേഷ്യമായിരിക്കുകയാണ്. തന്റെ കഴിവ് കണ്ട് ടർബോ വരെ ഞെട്ടിപ്പോകുന്നു. പയ്യൻ പിന്നെയും അവന്റെ നേർക്ക് പാഞ്ഞു വരികയും ടർബോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറെ നേരം രണ്ടുപേരും ടോമാഞ്ചറി കളിക്കുകയും ഒടുവിൽ അവൻ ഒരു പലകയിൽ കയറിക്കൊണ്ട് നിരങ്ങി ടയറിൽ വന്ന് വീഴുകയും ചെയ്യുന്നു. ഇതോടെ പേടിച്ചവൻ പിന്നോട്ട് പോകുമ്പോൾ സൈക്കിളിന്റെ ടയർ കറങ്ങാൻ തുടങ്ങുകയും പയ്യൻ അവിടെ നിന്ന് കുറച്ചു നേരം ഡാൻസ് കളിച്ച് തെറിച്ച് വീണ ശേഷം രക്ഷപ്പെട്ടു ഓടുകയും ചെയ്യുന്നു. ഇതോടെ സൈക്കിൾ നിയന്ത്രണമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരെ തക്കാളി തോട്ടത്തിലേക്കാണ് പോകുന്നത്. ഇതോടെ അവൻ ആഞ്ഞ് ബെല്ലടിക്കുകയും ബെല്ല് കേട്ട് അതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ സൈക്കിൾ അവിടേക്ക് വന്ന് ഇടിച്ച് തകർത്ത് മറിഞ്ഞു വീഴുകയും ചെയ്യും. അവരുടെ വാസസ്ഥലം ഇതോടെ ആകെ കുളമായിരിക്കുകയാണ്. അവരുടെ നേതാവ് അവനെ ഒരുപാട് വഴക്ക് പറയുന്നു. ചേട്ടൻ അവന് വേണ്ടി സംസാരിക്കുമെങ്കിലും രണ്ടുപേരെയും വഴക്ക് പറഞ്ഞുകൊണ്ട് നേതാവ് അവിടെ നിന്ന് പോകുന്നു. ഇതോടെ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ അവൻ ചേട്ടനോട് പറയുകയും എന്റെ ജീവിതകാലം മുഴുവൻ നീ കാണിക്കുന്ന മണ്ടത്തരങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുകയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ഇന്ന് വരെ എനിക്ക് വേണ്ടി നല്ലതൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ. എല്ലാവരുടെയും വായിലിരിക്കുന്നതെല്ലാം ഞാൻ കേൾക്കണം. ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്നൊക്കെ ചേട്ടൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടനെ ഒരു കാക്ക കൊത്തിക്കൊണ്ടുപോകുന്നു. ഇത് കണ്ട് അവൻ ഞെട്ടിപ്പോവുകയും അപ്പോൾ തന്നെ വളരെ വേഗത്തിൽ അവിടെ നിന്ന് എല്ലാം ഇടിച്ച് തകർത്തുകൊണ്ട് ആ കാക്കയുടെ പിറകെ പോവുകയും ചെയ്യുന്നു. കാക്ക പോകുന്ന വഴിയിലെല്ലാം അവൻ ആഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ചേട്ടന് വേണ്ടി രണ്ട് കാക്കകൾ പരസ്പരം അടികൂടുകയും അവൻ അവരുടെ കയ്യിൽ നിന്ന് താഴേക്ക് പോവുകയും ചെയ്യുന്നു. ഇതോടെ മറ്റൊരു കാക്ക വന്ന് അതിനെ കൊത്തിക്കൊണ്ടുപോകുന്നു. എല്ലാം കൂടി അവനെയും കൊണ്ട് പോവുകയാണ്. ടർബോ ആണെങ്കിൽ അവരുടെ പിറകെ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒടുവിൽ അവനെ ഒരിടത്ത് അവർ ഇടുകയും ഒരുത്തൻ അവനെ കഴിക്കാനായി മുകളിലേക്ക് എറിയുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ടർബോ പാഞ്ഞു വന്ന് ചേട്ടനെ തട്ടിത്തെറിപ്പിക്കുന്നു. ഇപ്പോൾ ടർബോ കാക്കയുടെ വായ്ക്കുള്ളിലാണ്. ടർബോ കാക്കയുടെ വായ്ക്കുള്ളിലിരുന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവിടെ നിന്ന് തെറിച്ച് പുറത്തു പോവുകയും ചെയ്യുന്നു. ഇതോടെ കാക്ക അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു.
കുറച്ചു കഴിഞ്ഞ് ചേട്ടൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ടർബോ തന്റെ അടുത്ത് നിൽക്കുകയാണ്. ഞാൻ രക്ഷപ്പെട്ടതാണോ അതോ നീയും മരിച്ച് എന്നോടൊപ്പം വന്നതാണോ എന്നൊക്കെ ചേട്ടൻ ചോദിക്കുന്നു. കുറെ നേരം ഒന്നും മനസ്സിലാവാതെ താൻ മരിച്ച് സ്വർഗത്തിലാണെന്ന് കരുതിക്കൊണ്ട് ചേട്ടൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒടുവിൽ താൻ മരിച്ചിട്ടില്ലെന്നുള്ള ബോധം വരികയും ചെയ്യുന്നു. പെട്ടെന്ന് അവരെ ആരോ ഗ്ലാസ് കൊണ്ട് മൂടുന്നു. അത് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ടീറ്റോയാണ്. അവൻ അവരെ നേരെ തന്റെ വണ്ടിക്കുള്ളിൽ കൊണ്ടുവയ്ക്കുകയും ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് എനിക്ക് സാധനം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്ത് പോവുകയും ചെയ്യുന്നു. ഈ സിനിമയിലെ ഒരു പ്രത്യേകത, ഒച്ചുകൾ പറയുന്നതൊന്നും മനുഷ്യർക്ക് മനസ്സിലാവില്ല, എന്നാൽ മനുഷ്യർ പറയുന്നതെല്ലാം ഒച്ചുകൾക്ക് മനസ്സിലാവും. അങ്ങനെ അവൻ വണ്ടി ഓടിച്ച് നേരെ ഒരു കടയുടെ മുന്നിൽ എത്തുന്നു. ഈ സ്ഥലം ഏതാണെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും മനസ്സിലാവാതെ അവർ ഇരിക്കുകയാണ്. അവൻ അവരെയും കൊണ്ട് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറെ പേർ കാത്തു നിൽക്കുകയാണ്. ഇനി എന്തായാലും നമുക്ക് ഇവരെ വെച്ചുള്ള പരിപാടി തുടങ്ങാമെന്നൊക്കെ അവർ ഓരോരുത്തരും മാറി മാറി പറയുന്നത് കേട്ട് നമ്മളെ ഇപ്പോൾ അവർ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ നിലവിളിക്കാൻ തുടങ്ങും. ഉടൻ അവർ അവിടേക്ക് ഒരു റേസിംഗ് ട്രാക്ക് റെഡിയാക്കുകയും രണ്ടുപേരെയും അതിലേക്ക് ഇടുകയും ചെയ്യുന്നു. അതോടൊപ്പം അവർ നോക്കുമ്പോൾ മറ്റ് 2-3 ഒച്ചുകളെ കൂടി അവരോടൊപ്പം അവിടെ ട്രാക്കിൽ ഇറക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ ഒച്ചുകളെ വെച്ച് ഒരു റേസ് ആണ് നടത്താൻ പോകുന്നത്. അങ്ങനെ മറ്റ് ഒച്ചുകളെല്ലാം റേസിനായി നല്ല രീതിയിൽ തയ്യാറായി നിൽക്കുകയാണ്. ഇതോടെ ടിറ്റോ കൊടി കാണിക്കുകയും അവർ വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. വളരെ പതുക്കെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ടർബോ ഇപ്പോഴും അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഇതെന്താ ചത്ത ഒച്ചാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ടർബോയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ചേട്ടൻ അവിടെ നിന്ന് പിന്നോട്ടാണ് റേസ് ചെയ്യുന്നത്. നീ ഏതോ പേട്ട് ഒച്ചിനെയാണ് പിടിച്ചോണ്ട് വന്നതെന്നൊക്കെ അവർ ടീറ്റോയോട് പറയുന്നു. എന്നാൽ താൻ നിസാരക്കാരനല്ലെന്ന് ടർബോ ടീറ്റോയെ അറിയിക്കുകയും ശേഷം അവൻ തന്റെ ശക്തി മുഴുവൻ എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ പോവുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാം തകർന്ന് അവൻ റോഡിലൂടെ വളരെ വേഗത്തിൽ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുന്നു. അവൻ വളരെ വേഗത്തിൽ കുറെ ദൂരം കറങ്ങിയ ശേഷം നേരെ തിരിച്ച് മറ്റുള്ള